സൗജന്യ നൃത്ത പഠനമെന്ന് പറഞ്ഞ് അരങ്ങേറ്റത്തിന് വൻ തുക വാങ്ങുന്നവർക്കെതിരെ പ്രതിഷേധവുമായി നൃത്താധ്യാപകരുടെ സംഘടന. തൊഴിൽ സംരക്ഷിക്കണമെന്ന ആവശ്യമുയർത്തി തെരുവിൽ നൃത്തം ചെയ്യാനാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു. നൃത്തം തൊഴിലായി സ്വീകരിച്ച് ഉപജീവനം നടത്തുന്ന 10,000-ലധികം അധ്യാപകരെ പെരുവഴിയിലാക്കുന്ന തരത്തിൽ ചിലർ സൗജന്യ നൃത്തപഠന ക്ലാസ് എന്ന വാഗ്ദാനവുമായി രംഗത്തു വന്നിരിക്കുകയാണെന്ന് കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ ആരോപിച്ചു. സൗജന്യ നൃത്തപഠനമെന്ന പ്രചരണം വ്യാപകമായി സോഷ്യൽ മീഡിയയിലടക്കം നടത്തുകയാണ്. ഇത് തട്ടിപ്പാണ്. അരങ്ങേറ്റത്തിന്റെ പേരിൽ വൻ തുകയാണ് ഇത്തരക്കാർ വാങ്ങുന്നതെന്നും യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KS സുരേഷ് പറഞ്ഞു. അപ്പം അവർക്ക് ഒരു ഭീഷണിയായി വന്നിരിക്കുന്നത് സൗജന്യ നൃത്തപഠന ക്ലാസ് എന്ന് പറഞ്ഞ് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ പരസ്യങ്ങളിട്ട് നിരവധി കുട്ടികളെ സ്വാധീനിച്ച് സൗജന്യമെന്ന് കേൾക്കുമ്പോൾ ഇവരെല്ലാവരും സൗജന്യമായുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഞങ്ങൾക്കൊക്കെ ഒരുപാട് കുട്ടികൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും വിവിധങ്ങളായ കുട്ടികളെ, നമ്മുടെ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 25 പേരെ പൈസ തരുന്നുള്ളൂ. ബാക്കി കുട്ടികൾ ആരും പൈസ തരുന്നില്ല. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു, നമ്മളെന്തൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി പറയാറില്ല. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ സ്ഥാപനം സിനിമാറ്റിക് ഡാൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡാൻസുകളായിരുന്നു, അവർ ക്ലാസിക്കൽ ഡാൻസ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു പറഞ്ഞ് നോട്ടീസ് ഇറക്കിയിരിക്കുന്നു. വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നായി ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് നൃത്താധ്യാപകർ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അവിടെയാണ് സൗജന്യ പഠനം എന്ന മോഹന വാഗ്ദാനവുമായി ചിലർ രംഗത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം ഇത്തരം സൗജന്യ പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇത്തരക്കാർ പറയുന്നത്. ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച മട്ടന്നൂർ മിനി ക്ലബ് പരിസരത്ത് തെരുവിൽ നൃത്തം ചെയ്ത് പ്രതിഷേധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 400-ലധികം ആൾക്കാരെ വെച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ സ്ഥാപനം ആരംഭിച്ചു. നാളെ 31-ാം തീയതി മട്ടന്നൂരിൽ കണ്ണൂർ ജില്ലയുടെ സ്ഥാപനം ആരംഭിക്കുകയാണ്. അതിനെതിരെ ഞങ്ങൾ കേരളത്തിലുള്ള മുഴുവൻ നൃത്ത അധ്യാപകരും പ്രതിഷേധം നടത്തുകയാണ്. ഞങ്ങളൊക്കെ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാക്കളാണ്. ഞങ്ങളെ ഗവൺമെന്റ് അംഗീകൃത യൂണിയനാണ്. തൊഴിലാളി എന്നുള്ള ഗവൺമെന്റ് അംഗീകാരം തന്നിരിക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഈ തൊഴിലിൽ ഞങ്ങൾ എവിടെ പോകും? അതാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പം ഇതിനു വേണ്ടി കേരളത്തിലുടനീളം, നമുക്ക് എല്ലാ ജില്ലയിലും സംഘടനയുണ്ട്, കേരളത്തിലുടനീളം നമ്മൾ പ്രതിഷേധം നടത്തുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് നാളെ നടക്കുന്നത്. ഇവരുടെ സ്ഥാപനം നടക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഞങ്ങൾ പ്രതിഷേധം നടത്തുകയാണ്. മട്ടന്നൂരിൽ 10 മണിക്കാണ് ഈ പ്രതിഷേധം നടക്കുക. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും അടിയന്തരമായി ഇടപെടണമെന്നും യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ട്രഷറർ പ്രസാദ് ഭാസ്കര കണ്ണൂർ, ജില്ലാ സെക്രട്ടറി ബേബി, ഭാരവാഹികളായ റെജിൽ, രജിത, സജീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.